Acuplus Interior and Electronics. പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഉതകുന്ന രൂപത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിനെ രൂപപ്പെടുത്തുമെന്ന് മന്ത്രി എം വി രാജേഷ്. വിഷൻ 2031 തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാനതല സെമിനാറിൽ കേരളത്തിന്റെ വികസനം 2031 എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാലാനുസൃതമായി നവീകരിക്കുക എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഈ നയരേഖ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പൗരന്മാരെ കേന്ദ്രസ്ഥാനത്ത്, ജനങ്ങളെ കേന്ദ്രസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന ഈ സമീപനത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള തുടർ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ വാർഷിക പദ്ധതി രൂപീകരണത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം, അവരുടെ തത്സമയ ഇൻപുട്സ്, അതുപോലെ അവരുടെ നിരീക്ഷണം എന്നിവ വർദ്ധിപ്പിക്കുക, അതിനൊരു വിശാലമായിട്ടുള്ള പ്ലാറ്റ്ഫോം തദ്ദേശ സ്വയംഭരണ വകുപ്പ് വികസിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൈക്രോ പ്ലാൻ അധിഷ്ഠിതമായി വികസന പദ്ധതികൾ ആവിഷ്കരിക്കും. സുസ്ഥിര വികസന പ്രസ്ഥാനമെന്ന നിലയിലേക്ക് കുടുംബശ്രീയെ ഉയർത്തിക്കൊണ്ടുവരും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% വർദ്ധിപ്പിക്കും. ഇതിലൂടെ കേരളത്തിന്റെ സാമൂഹ്യ ഘടനയിൽ വലിയ മാറ്റം സൃഷ്ടിക്കാനാകും. തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചടങ്ങുകളും കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും കരട് നയരേഖ അവതരണത്തിൽ മന്ത്രി പറഞ്ഞു. തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും കരട് നയരേഖ അവതരണത്തിൽ മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ പരിചയപ്പെടുത്തി. പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബിൽ നടന്ന സെഷനിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ, പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ് എന്നിവർ സംസാരിച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.